6 വർഷമായിട്ട് കിടപ്പാണ്. പക്ഷെ അമ്മയ്ക്ക് ആഹാരമൊന്നും വയ്ക്കാൻ പറ്റില്ല. അച്ഛനും രോഗിയാണ്. ഈ അമ്മയ്ക്ക് എണീറ്റൊന്നും വയ്ക്കാൻ പറ്റില്ല, ബാലൻസ് തെറ്റി വീഴും. അങ്ങനെ ഇരുന്നിട്ട് അമ്മ ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ കഷ്ടമാവും. ഞാൻ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭക്ഷണം ഒരു നേരം കൊണ്ടുവന്ന് കൊടുക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. ബ്രദർ പ്രയർ അവസാനം വരെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ വിചാരിക്കണേ എനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബ്രദറിൻ്റെ അമ്മയുടെ കാര്യം അന്ന് ആ പ്രയറിൽ പറഞ്ഞു. ആക്സിഡൻ്റായി. ഞാൻ റൂമിൽ പോയി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മ സൗഖ്യമായെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി പറയും പോലെ ഞാൻ തോന്നി. പക്ഷെ ഞാൻ വിശ്വസിച്ചു എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അമ്മ സൗഖ്യമാകും. പക്ഷെ അമ്മ സൗഖ്യമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം വെച്ചിട്ട് എനിക്ക് വീട്ടിലെല്ലാവർക്കും കൊടുത്തു. ഞാൻ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം വെച്ച് തന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. യേശു മാത്രം ഞാനല്ല സൗഖ്യദായകൻ, യേശുവാണ് സൗഖ്യദായകൻ. ഞാനൊരു സാധാ മനുഷ്യനാണ്, പക്ഷെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഇതുപോലെ എത്ര ജീവിതങ്ങളെയാണ് എൻ്റെ കർത്താവ് വിടുവിക്കുന്നത്. അമ്മ വീട്ടിൽ കിടപ്പായിരുന്നോ? അമ്മ 6 വർഷമായിട്ട് കിടപ്പ് രോഗി. 6 വർഷമായി. അപ്പൊ മോൾ അമ്മയെ റെപ്രസെന്റ് ചെയ്താണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നത്? അതെ. അമ്മ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. അന്ന് പ്രാർത്ഥനയിൽ എന്താണ് ഉണ്ടായ അനുഭവം? അമ്മ 6 വർഷമായിട്ട് കിടപ്പാണ്. പക്ഷെ അമ്മയ്ക്ക് ആഹാരമൊന്നും വയ്ക്കാൻ പറ്റില്ല. അച്ഛനും രോഗിയാണ്. അനിയൻ മാത്രമാണ് വീട്ടിലുള്ളത്. ഈ അമ്മയ്ക്ക് എണീറ്റൊന്നും വയ്ക്കാൻ പറ്റില്ല, ബാലൻസ് തെറ്റി വീഴും. അങ്ങനെ ഇരുന്നിട്ട് അമ്മ ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ കഷ്ടമാവും. ഞാൻ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭക്ഷണം ഒരു നേരം കൊണ്ടുവന്ന് കൊടുക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ബ്രദറിൻ്റെ പ്രയറിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കവടിയാർ വന്നിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാനന്ന് വരുന്നത്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത് വിശ്വസിച്ച്. അപ്പോഴും ഞാൻ അവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ബ്രദർ പ്രയർ അവസാനം വരെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ വിചാരിക്കണേ എനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബ്രദറിൻ്റെ അമ്മയുടെ കാര്യം അന്ന് ആ പ്രയറിൽ പറഞ്ഞു. ആക്സിഡൻ്റായി. ഞാൻ റൂമിൽ പോയി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മ സൗഖ്യമായെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി പറയും പോലെ ഞാൻ തോന്നി. പക്ഷെ ഞാൻ വിശ്വസിച്ചു എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അമ്മ സൗഖ്യമാകും. പക്ഷെ അമ്മ സൗഖ്യമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം വെച്ചിട്ട് എനിക്ക് വീട്ടിലെല്ലാവർക്കും കൊടുത്തു. ഞാൻ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം വെച്ച് തന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. യേശു മാത്രം കഴിഞ്ഞ 25-ലധികം വർഷമായി ഈ മഹത്വകരമായ ശുശ്രൂഷ കർത്താവിൻ്റെ വയലിൽ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വരവ് വൈകുന്നെങ്കിൽ അതിനിയും ബഹുദൂരം പോകുവാൻ ആത്മതലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുമ്പോൾ, ഇത്രയും നാളത്തെ ചെറിയ ഒരു 25 വർഷത്തോളമുള്ള അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കും. മനസ്സു തകർന്നവരെ, എല്ലാം ആയവരെ അല്ല, വിമർശിക്കാൻ കാരണം അന്വേഷിക്കുന്നവനെ അല്ല, എല്ലാം തികഞ്ഞവനെ അല്ല, മനസ്സു തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. ഈ സൗഖ്യങ്ങളെല്ലാം ചെയ്തത് യേശുവാണ്. എല്ലാ മീറ്റിങ്ങിലും, എൻ്റെ എല്ലാ ശുശ്രൂഷകളിലും, എല്ലാ കൺവെൻഷനിലും മറന്നുപോകാതെ ഞാനിത് പറഞ്ഞിട്ടേ പോകും. ഞാനല്ല സൗഖ്യദായകൻ, യേശുവാണ് സൗഖ്യദായകൻ. ഞാനൊരു സാധാ മനുഷ്യനാണ്, പക്ഷെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഇതുപോലെ എത്ര ജീവിതങ്ങളെയാണ് എൻ്റെ കർത്താവ് വിടുവിക്കുന്നത്. അതിൽ സന്തോഷമുള്ള ദൈവമക്കൾ ഇതിൽ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം. എൻ്റെ അമ്മ
6 വർഷത്തിന് ശേഷം എനിക്ക് ആഹാരം ഉണ്ടാക്കി തന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ആഹാരം എനിക്ക് കഴിക്കാൻ പറ്റിയെന്ന് ഒരു മോള് പറയുമ്പോൾ അവളുടെ വികാരം, അവളുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. God bless you.